നിങ്ങളോട് ഞാൻ ഏറ്റവും സേഫസ്റ്റ് ആയിട്ടുള്ള ഒരു പെയിൻ കില്ലർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആദ്യം നിങ്ങൾ പറയുന്നത് പാരസെറ്റമോൾ എന്നായിരിക്കും അല്ലേ? എന്നാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ടായാൽ തന്നെ ആ ഒരു പാരസെറ്റമോൾ നിങ്ങൾക്കൊരു തലവേദന ആയാലോ? ഈ പാരസെറ്റമോളൊക്കെ കറക്റ്റായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സേഫാണ്. പക്ഷേ നിങ്ങൾ അതിനെ ചെറുതായി കണ്ടിട്ട് ഇഷ്ടമുള്ള പോലെ കഴിച്ചു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. സാധാരണ നിങ്ങൾക്കുണ്ടാകുന്ന മിസ്റ്റേക്കുകൾ എന്തൊക്കെയാണെന്ന് ഞാനിവിടെ പറഞ്ഞുതരാം. മിസ്റ്റേക്ക് നമ്പർ 1 ആണ് വ്യത്യസ്ത മരുന്നുകൾ ഒരുമിച്ച് കഴിക്കുന്നത്. അതായത് നിങ്ങൾക്കൊരു അസുഖം ഉണ്ടാകുമ്പോൾ ഈ പനിയുടെ മരുന്ന്, തണുപ്പിന്റെ മരുന്ന്, അതുപോലെ തന്നെ പനിയുടെ സിറപ്പൊക്കെ കഴിക്കുമ്പോൾ ഇതിലെല്ലാത്തിലും ഈ പാരസെറ്റമോളിന്റെ അളവ് കൂടിയോ കുറഞ്ഞോ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ ഒരു പാരസെറ്റമോളിന്റെ ഓവർഡോസ് ആവാൻ ഇടയുണ്ട്. മിസ്റ്റേക്ക് നമ്പർ 2 ആണ് ടേക്കിംഗ് ഇറ്റ് ടു ഫ്രീക്വന്റ്ലി, അതായത് ഇടക്കിടക്ക് കഴിക്കുക. ശരിക്കും ഒരു പാരസെറ്റമോൾ ടാബ്ലറ്റ് കഴിച്ചാൽ നിങ്ങളുടെ ശരീരത്തിൽ അത് 6 മുതൽ 8 മണിക്കൂർ വരെ നീണ്ടു നിൽക്കും. എന്നാൽ പെട്ടെന്ന് മാറേണ്ടിയിട്ട് ചിലർ 2-3 മണിക്കൂർ ഗ്യാപ്പിൽ വെച്ചിട്ടൊക്കെ കഴിക്കുന്നത് കാണാം. അതൊരു വലിയ മിസ്റ്റേക്കാണ്. മിസ്റ്റേക്ക് നമ്പർ 3 ആണ് മിക്സിംഗ് വിത്ത് ആൽക്കഹോൾ. നിങ്ങൾ ഒരു മദ്യത്തിന്റെ കൂടെയാണ് പാരസെറ്റമോൾ കഴിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ലിവറിന് പെട്ടെന്ന് പണി കിട്ടാൻ സാധ്യതയുണ്ട്. 4ാമത്തതാണ് ലോങ് ടേം ഡെയിലി യൂസ്. അതായത് നിങ്ങളൊരു പാരസെറ്റമോൾ ദിവസവും ആഴ്ചകളോളം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ലിവർ പെട്ടെന്ന് ഡാമേജ് ആവാൻ ഇടയുണ്ട്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഒരു പാരസെറ്റമോൾ ഒക്കെ കഴിക്കുമ്പോൾ ഡോസ് ശ്രദ്ധിക്കുക. അതേക്കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു ഫാർമസിസ്റ്റിനോടോ അല്ലെങ്കിൽ ഒരു ഡോക്ടറോടോ ചോദിക്കുക. ഈ പാരസെറ്റമോൾ ഒന്നും നിങ്ങൾക്കൊരു മുന്നറിയിപ്പും തരത്തില്ല, പക്ഷെ അതിൻ്റെ ഇടയിലൂടെ നിങ്ങളുടെ ലിവർ ചിലപ്പോൾ നശിച്ചു പോയേക്കാം.